ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. പുതിയതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ 2024 അഡ്മിഷനെ കുറിച്ചൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2024-25 അധ്യയന വർഷത്തിൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ പഠന വകുപ്പുകളിൽ സെന്ററുകളിൽ PG പ്രോഗ്രാമുകളിലേക്കും മഞ്ചേശ്വരം ക്യാമ്പസിലെ ത്രിവത്സര LLB പ്രോഗ്രാമിനുമുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മഞ്ചേശ്വരം ക്യാമ്പസിലെ 3-year LLB പ്രോഗ്രാമിലുള്ള അഡ്മിഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി 3-year LLB കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 3-year LLB എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 3-year LLB കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 3-year LLB ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 30 ആണ്. ഈ മാസം 30-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം 30-ാം തീയതി 5 മണിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.admission.kannuruniversity.ac.in. അപ്പം ഓൺലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മുൻ സെമസ്റ്റർ അപ്പം ആർക്കൊക്കെയാണ് 3-year LLB എഴുതാൻ പറ്റുന്നത്? മുൻ സെമസ്റ്റർ അല്ലെങ്കിൽ മുൻ വർഷ പരീക്ഷകളെല്ലാം വിജയിച്ചവർക്കും എന്നാൽ അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ അവസാന വർഷ ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്നവരും ആയ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു വർഷം 2024 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരോ ആയിട്ടുള്ള എല്ലാവർക്കും 3-year LLBക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ ലാസ്റ്റ് സെം എക്സാമിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മുൻ സെമസ്റ്ററിലെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ പരീക്ഷകളെല്ലാം പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിജയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ബാക്കി മുമ്പുള്ള സെമസ്റ്റർ പരീക്ഷകളെല്ലാം വിജയിച്ചിരിക്കണം. അതോടൊപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഫൈനൽ സെമസ്റ്ററിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ 2024 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇതാണ് സൈറ്റ്. പിന്നെ പ്രോസ്പെക്ടസ്, വിവിധ പഠന വകുപ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാത് പഠന വകുപ്പുകളുടെ പ്രോസ്പെക്ടസിൽ ലഭ്യമാണ്. അപ്പം പ്രോസ്പെക്ടസ് നന്നായി വായിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായാലും നിങ്ങൾ ഏതൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യപ്പെടുന്നെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കുസാറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലി ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രോസ്പെക്ടസ് വ്യക്തമായി വായിക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽസ് ഫുൾ പറയുന്നുണ്ട്. അതിന്റെ എക്സാം ഫീസും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതോടൊപ്പം റിസർവേഷന്റെ കാര്യങ്ങൾ, എത്ര പെർസെന്റേജ് റിസർവേഷൻ ആണ് ഓരോ കാറ്റഗറിക്ക് ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അത് കുറച്ച് സമയം എടുത്ത് അതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ പ്രോസ്പെക്ടസിലോട്ട് വരാം. അതിനുള്ളിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും പിന്നെ SC ST PWD വിഭാഗക്കാർക്ക് 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓൺലൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഫീസാണ്. പിന്നെ ഓൺലൈൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. SBI ePay വഴി ഓൺലൈൻ ആയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്, അല്ലാതെ DD, ചെക്ക്, ചലാൻ തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഓൺലൈൻ പേയ്മെന്റിന്റെ പ്രിന്റ് ഔട്ടും സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് അതാത് പഠന വകുപ്പുകളിലേക്ക് സമർപ്പിക്കേണ്ടതുമാണ്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ടും വേണം, ഓൺലൈൻ പേയ്മെന്റിന്റെ പ്രിന്റ് ഔട്ടും എടുത്തു വെക്കുക. അത് നമ്മൾ അഡ്മിഷൻ സമയത്ത് ആവശ്യമുണ്ട്. പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പം പ്രവേശന പരീക്ഷ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ 3-year LLB അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പം എൻട്രൻസ് എക്സാമിനേഷന് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുള്ളത്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പം എത്ര സീറ്റ്സ് ഉണ്ടെന്നുള്ളത് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അത് ഞാൻ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയതിനു ശേഷം അതിലോട്ട് കടക്കാം. പിന്നെ വെയിറ്റേജ്, സംവരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഇപ്പം ഏതൊരു എൻട്രൻസ് എക്സാമിനേഷന്റെയും ആപ്ലിക്കേഷൻ ചെയ്തതിനു ശേഷം ഒരുപാട് കുട്ടികൾക്ക് വരുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് വിട്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു റിസർവേഷൻ അർഹതയുണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് ചെയ്തില്ല എന്ന് പിന്നെ നമ്മൾക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രജിസ്ട്രേഷൻ
ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ പേരും ഡീറ്റെയിൽസും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് റിസർവേഷൻ എന്തെങ്കിലും അർഹത ഉണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതിനുള്ള ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് അയക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ അയക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിനുശേഷം അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയാലും മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനുള്ള റിസർവേഷൻ അർഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് പ്രോസ്പെക്ടസിലോട്ട് പോവാം. പ്രോസ്പെക്ടസിൽ ഇപ്പോ നമുക്ക് 3 year LLB അഡ്മിഷന്റെ ഡീറ്റെയിൽസ് മാത്രമേ വന്നിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ 5 year LLB വന്നിട്ടില്ല. അപ്പൊ 5 year LLB നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 5 year LLB കുറിച്ച് പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് 3 year LLB കുറിച്ച് നോക്കാം. എൻട്രൻസ് ടെസ്റ്റിൽ വഴിയാണ് നമുക്ക് എന്ത് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ ഡിഗ്രി ഹോൾഡർ അതായത് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിരിക്കണം, അതാണ് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ 3 year LLB എൻട്രൻസ് എക്സാമിനേഷന്. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. പിന്നെ മെറിറ്റ് സീറ്റ് ഉണ്ട്, മെറിറ്റ് സീറ്റ് വഴി നമുക്ക് കയറാം. അതുപോലെ റിസർവേഷൻ സീറ്റും ഉണ്ട്. പിന്നെ റിസർവേഷൻ എത്ര പെർസെന്റേജ് ഓരോ കാറ്റഗറി അതായത് ഓരോ കാറ്റഗറിക്കും എത്ര പെർസെന്റേജ് റിസർവേഷൻ ആണ് ഉള്ളതെന്നുള്ളതും അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കുക, ഏത് കാറ്റഗറിയിൽ പെട്ടവരാണോ അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വായിക്കുക. കാരണം അതെല്ലാം കൂടെ ഈ വീഡിയോനകത്ത് നമുക്ക് നോക്കി തീർക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട്. അതുപോലെ സ്പോർട്സ് കോട്ടയുണ്ട്, എല്ലാം നിങ്ങളുടെ റിസർവേഷൻ ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് നോക്കി അത് എത്ര ശതമാനം ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രോസ്പെക്ടസിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടെലഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കാരണം അതിനകത്ത് ഇടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം ഫീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, 500 ആണ് ജനറൽ കാറ്റഗറിക്ക്. SC ST PWD 200 ആണ്. ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അവര് അഡ്മിഷൻ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇത് എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിഷൻ പോകുന്ന സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഫൈനൽ റിസൾട്ട് അതായത് ഫൈനൽ സെമസ്റ്റർ അല്ലെങ്കിൽ ഫൈനൽ ഇയറിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം LLB 3 year LLBക്ക് മഞ്ചേശ്വരം ക്യാമ്പസിലാണ്. അപ്പൊ ടോട്ടൽ ഉള്ള സീറ്റ് എന്ന് പറയുന്നത് 60 സീറ്റ് ആണ്. എനി ഡിഗ്രി വിത്ത് മിനിമം 45% മാർക്സ് ഓർ ഇക്വലന്റ് ഗ്രേഡ് ഇൻ ആഗ്രിഗേറ്റ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആയാലും നമുക്ക് 3 year LLB എടുക്കാം. അതോടൊപ്പം മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം നമുക്ക് 45% മാർക്ക് വേണം. ഓക്കെ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 45% മാർക്ക് മതി. അതോടൊപ്പം OBC OEC കാറ്റഗറി ആണെങ്കിൽ 40%, ഒരു 5% റിലാക്സേഷൻ ഉണ്ട്. OBC OEC കാറ്റഗറിയിൽ പെട്ടവർക്ക് 40% എന്ത് മതി, റിസൾട്ട് 40% മാർക്ക് മതി ഡിഗ്രിയിൽ. അതുപോലെ SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ ഡിഗ്രി പാസ്സായാൽ മാത്രം മതി, ഇത്ര പെർസെന്റേജ് എന്നൊന്നും പറയുന്നില്ല. SC ST പെട്ടവർക്ക് ഡിഗ്രി പാസ്സായാൽ മതി. പിന്നെ ഇവിടെ നമ്മളുടെ ലാസ്റ്റ് പ്രോസ്പെക്ടസിന്റെ അവസാന ഭാഗമായിട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ LLB കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ LLB 3 year LLBക്ക് ഏകദേശം എത്രയാണ് നമുക്ക് ഫീസ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെമ്മിന് എത്രയാണ്, സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഓരോ ലൈബ്രറി ഫീസും എല്ലാ ഫീസും ഇവിടെ നമുക്ക് ഇവിടെ കോളം ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിനകത്ത് ഫീസിന്റെ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിലബസിലോട്ട് കിടക്കാം. 3 year LLB എൻട്രൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കും. ലീഗൽ അവയർനെസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്, ഇന്ത്യൻ പോളിറ്റി, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ബേസിക്സ് ഓഫ് കോൺട്രാക്ട് ലോ, ബേസിക്സ് ഓഫ് ക്രിമിനൽ ലോ. അപ്പം ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല. ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, GK കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ ലീഗൽ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സൈറ്റ് വിട്ടു പോകരുത്. സൈറ്റ് നോക്കുക, www.admission.kannuruniversity.ac.in. അപ്പം ഈ സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും മറ്റ് ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഹോൾ ടിക്കറ്റും എല്ലാം നമുക്ക് ഈ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ അല്ല, പെൻ പേപ്പർ ടെസ്റ്റ് ആണ്. ഓക്കെ,
ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ 3 ഇയർ LLBയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മളുടെ സൈറ്റിലുണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഇതിന്റെ ആൻസേഴ്സും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 30 ആണ്. അതിനുള്ളിൽ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ റിസർവേഷൻ എന്തെങ്കിലും അർഹത ഉണ്ടെങ്കിൽ റിസർവേഷനുള്ള അതിനുള്ള ഡോക്യുമെന്റ്സ്, വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് കൊടുക്കണം. ഓക്കെ,